രാജൻ കൈതവനത്തറയുടെ നേതൃത്വത്തിലുള്ള എമിറേറ്റ്സ് ബോട്ട് ക്ലബ്ബ് ചേന്നങ്കരിയാണ്. മൂന്നാമത്തെ ട്രാക്കിലുള്ള കാവാലം വള്ളത്തിൽ തുഴയുന്നത് ജോയിച്ചന്റെ നേതൃത്വത്തിലുള്ള കാവാലം ബോട്ട് ക്ലബ്ബുകാരാണ്. നാലാമത്തെ ട്രാക്കിലുള്ള കാരിച്ചാൽ വള്ളത്തിൽ തുഴയുന്നത് ജിജി ജേക്കബ് പൊള്ളയിലിന്റെ നേതൃത്വത്തിലുള്ള ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലം. കഴിഞ്ഞ വർഷത്തെ വിജയികളായ ജീസസ് ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ വർഷം ചമ്പക്കുളത്തിൽ വന്ന് വിജയം നേടി. അതിനു മുൻപത്തെ വർഷം ഈ കാരിച്ചാൽ വള്ളത്തിൽ തന്നെ വന്ന് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ടീമാണ് ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലം. അങ്ങനെയുള്ള 4 കളിവള്ളങ്ങളാണ് ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ ചുണ്ടൻ വള്ളങ്ങളുടെ ഏറ്റവും വാശിയേറിയൊരു മത്സരമായിരിക്കും, വാശിയേറിയൊരു പോരാട്ടമായിരിക്കും ഈ മത്സരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയും. തീർച്ചയായിട്ടും നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ വേണ്ടി തന്നെ എത്തിയിരിക്കുന്ന ജവഹർ തായങ്കരിയും ഇല്ലിക്കുളവും കാരിച്ചാലും, ഒരുപക്ഷെ കാവാലം മാത്രമേ അല്പം പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ എത്തിയിട്ടുള്ളൂ. എങ്കിലും ജവഹർ തായങ്കരിയും ഇല്ലിക്കുളവും കാരിച്ചാലും നെഹ്റു ട്രോഫി നേടുവാൻ വേണ്ടി തന്നെ മത്സരിക്കുവാൻ എത്തിയിട്ടുള്ള 3 കളിവള്ളങ്ങളാണ്. ഇപ്പോൾ അല്പം മുൻപിൽ കാരിച്ചാലാണോ ജവഹർ തായങ്കരിയാണോ ഇല്ലിക്കുളമാണോ എന്ന് പറയുവാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഉജ്ജ്വലമായ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അല്പം മുൻപിൽ കാരിച്ചാലാണോ അല്ല ഇല്ലിക്കുളമാണോ അല്ല ജവഹർ തായങ്കരി, ഇഞ്ചോടിഞ്ചുള്ള വളരെ പോരാട്ടം, വളരെ മനോഹരമായ ഒരു പോരാട്ടം. ഒന്നാമത്തെ ട്രാക്കിലുള്ള ജവഹർ തായങ്കരി 11ാം നമ്പർ വള്ളം, പുതുക്കിപ്പണിത വള്ളം ഇതാ കുതിച്ചു പാഞ്ഞു വരികയാണ്. വളരെ വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്നു, ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടം. ഇനിയും പ്രവചിക്കുവാൻ കഴിയില്ല. ഇത് തൊട്ടടുത്ത് കാരിച്ചാലുണ്ട്. കാരിച്ചാലും ഇല്ലിക്കുളവും ജവഹർ തായങ്കരിയും തമ്മിലുള്ള ഫൈനലിനെ വെല്ലുന്ന ഒരു പോരാട്ടമാണ്. വളരെ വാശിയേറിയ ഒരു പോരാട്ടം, അത്ര അവർണ്ണനീയമായ ഒരു പോരാട്ടം നടക്കുന്നു. ഈ മനുഷ്യന്റെ വികാരം, മനുഷ്യന്റെ വിചാരങ്ങളെല്ലാം ഈ പുന്നമടക്കായലിലേക്ക് എത്തിക്കുന്ന രീതിയിൽ കരുത്തിന്റെ പ്രതീകമായ കുട്ടനാടിന്റെ ചുണക്കൊട്ടന്മാർ, കുമരകത്തിന്റെ ചുണക്കൊട്ടന്മാർ, ഇതാ ചേന്നങ്കരിയുടെ ചുണക്കൊട്ടന്മാർ 3 വള്ളങ്ങളിൽ കടന്നു വരുമ്പോൾ ജവഹർ തായങ്കരി ഇതാ കുതിച്ചു പായുന്നു. അല്ല, കാരിച്ചാൽ അല്പം ലീഡ് നേടാനുള്ള ശ്രമത്തിലാണ് ജവഹർ തായങ്കരി. ഇല്ലിക്കുളം കാരിച്ചാൽ എന്ന ക്രമത്തിലല്ല, കാരിച്ചാൽ ഇപ്പോൾ അല്പം ലീഡ് നേടുന്നു. ജവഹർ തായങ്കരിയും കാരിച്ചാലും തമ്മിലുള്ള പോരാട്ടം വളരെ വാശിയേറിയൊരു പോരാട്ടം. ഫൈനലിൽ പോലെ തന്നെ ഒരു നെഹ്റു ട്രോഫിയിൽ കഴിഞ്ഞ മുൻവർഷങ്ങളിലെ ഫൈനലിനെ വെല്ലുന്ന ഒരു പോരാട്ടം ഇതാ നെഹ്റു ട്രോഫിയിൽ കാഴ്ചവെക്കുന്നു. കുമരകംകാരാണോ, ചേന്നങ്കരിക്കാരാണോ, കൊല്ലംകാരാണോ, കോട്ടയംകാരാണോ, ആലപ്പുഴ ജില്ലക്കാരാണോ, കൊല്ലം ജില്ലക്കാരാണോ ഇവിടെ വിജയിക്കുക? കുട്ടനാടിന്റെ കരുത്താണോ, കോട്ടയത്തിന്റെ കരുത്താണോ, കൊല്ലത്തിന്റെ കരുത്താണോ, കടലാണോ, നദിയാണോ, കായലാണോ? കടലും കായലും നദിയും തമ്മിലുള്ള ഒരു പോരാട്ടം ഇതാ. കടലിൽ കുളിച്ചു പറഞ്ഞ ജീസസ് ബോട്ട് ക്ലബ്ബുകാരും കായലിൽ മുങ്ങിത്താന്ന കുമരകംകാരും നദികളിൽ ഓളവിട്ട ചേന്നങ്കരിക്കാരുമുള്ള മത്സരത്തിൽ ആര് ജയിച്ചു? ഒന്നാമത്തെ ട്രാക്കിലുള്ള ജവഹർ തായങ്കരിയോ, രണ്ടാമത്തെ ട്രാക്കിലുള്ള ഇല്ലിക്കുളമോ, മൂന്നാമത്തെ ട്രാക്കിലുള്ള കാരിച്ചാലോ? ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമായിരുന്നു. സ്വാഭാവികമായും ഒരു സ്ലോ മോഷനെ തീർച്ചയായും ആശ്രയിക്കേണ്ടി വരും. അതുപോലുള്ള ഒരു പോരാട്ടം ഇതാ വീണ്ടും സ്ലോ മോഷൻ കാണാം. അങ്ങേയറ്റത്ത്, മോണിറ്ററിന്റെ അങ്ങേയറ്റത്ത് കാണുന്നത് ജവഹർ തായങ്കരി ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. 4 കളിവള്ളങ്ങൾ, പേരും പെരുമയും നേടിയ 4 കളിവള്ളങ്ങൾ. പായിപ്പാടൻ 1ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ പട്ടാരച്ചുണ്ടൻ 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. ജവഹർ തായങ്കരി 3ാമത്തെ ട്രാക്കിൽ കടന്നു വരുന്നു. ശ്രീഗണേശൻ 4ാമത്തെ കൈനകരി 1ാമത്തെ ട്രാക്കിലുള്ള പായിപ്പാടനിൽ തുഴയുമ്പോൾ കുമരകം ബോട്ട് ക്ലബ്ബ് പട്ടാരച്ചുണ്ടനിൽ തുഴയുന്നു. കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ജവഹർ തായങ്കരിയിൽ തുഴയുന്നു. അതുപോലെ തന്നെ കാവാലം ബോട്ട് ക്ലബ്ബ്, കരിമാടിക്കുട്ടൻ ബോട്ട് ക്ലബ്ബ് കാവാലംകാര് ശ്രീഗണേശനിൽ തുഴയുന്നു. കാവാലംകാരും കൈനകരിക്കാരും കുമരകം പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിജയിക്കുമെന്ന് എല്ലാവരും പ്രഖ്യാപിച്ചിരുന്ന കളിവള്ളങ്ങളെ പിന്തള്ളിക്കൊണ്ട്, കാരിച്ചാലിനെയൊക്കെ വള്ളപ്പാടുകൾക്ക്, ഇഞ്ചികൾക്ക് പിന്തള്ളിക്കൊണ്ട് ഇതാ കാവാലം ബോട്ട് ക്ലബിന്റെ പഴയ കാവാലം ചുണ്ടൻ, കാവാലം സിനിമ വരെ ഇറക്കിയ കാവാലം, പഴയ പടക്കുതിരയായ കാവാലം, 1950കളിലെ പുന്നമടക്കായലിന്റെ രോമാഞ്ചമായിരുന്ന കാവാലത്തുകാരുടെ ശ്രീഗണേശൻ ഇതാ 4ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. അപ്പോൾ കുമരകംകാരുടെ പട്ടാറ, പഴയ പടക്കുതിര, അവര് നിരവധി തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കി. അതുപോലെ പായിപ്പാടൻ, UBC കൈനകരി, കുട്ടനാട്ടുകാരുടെ രോമാഞ്ചമായിരുന്ന, കുട്ടനാട്ടുകാരുടെ ശക്തന്മാരായിരുന്ന ഒരു ടീമാണ് UBC കൈനകരി. അതുപോലെ UBC കൈനകരിയും കുമരകം ടീമും, കുമരകത്തെ 2 ടീമും കാവാലംകാരും തമ്മിലുള്ള അത്യുജ്വലമായ ഒരു പോരാട്ടം നടക്കുമ്പോൾ ഏത് മത്സരം, ഏത് വള്ളം വിജയിക്കുമെന്ന് ഇപ്പോൾ പ്രവചിക്കുവാൻ കഴിയാത്ത രീതിയിൽ ഒരേ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4 കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി കടന്നു വരുമ്പോൾ ഏത് വള്ളം 58ാമത് നെഹ്റു ട്രോഫി കരസ്ഥമാക്കും എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. ഒരുപിടി ചരിത്രങ്ങൾ ഉറങ്ങുന്ന, ഒരുപിടി ചരിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള വള്ളങ്ങളാണ് ഈ 4 കളിവള്ളങ്ങൾ എല്ലാം തന്നെ. പായിപ്പാടൻ വള്ളം 1900 മുത്തമിടുവാൻ
പൊളിച്ചിട്ടുണ്ട് എങ്കിൽ പോലും 2000 പിറന്നതിന് ശേഷം പുത്തമ്പള്ളം പണിതപ്പോഴാണ് പായിപ്പാട്ടുകാർക്ക് 2005-ലും 2006-ലും 2000-ലും ഇതേ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുകാര് ജവഹർ തായങ്കരിയിൽ ഇപ്പോഴും കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുകാർ തുടർന്ന് പായിപ്പാടലിൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ അവർക്ക് ഭാഗ്യം സിദ്ധിച്ചു എങ്കിൽ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്ന ജവഹർ തായങ്കരി 1977-ലും അതുപോലെ 78-ലും 85-ലും നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള വളരെ പ്രശസ്തമായ ഒരു വള്ളമാണ്. ഒരു കാലത്ത് 80-കളിലും 70-കളുടെ അവസാനം മുതൽ കാരിച്ചാലും ജവഹർ തായങ്കരിയുമായിരുന്നു നെഹ്റു ട്രോഫിയിൽ സ്ഥിരവൈരികൾ. അങ്ങനെയുള്ള ജവഹർ തായങ്കരി പായിപ്പാടനും നെഹ്റു ട്രോഫി നേടിയ ചരിത്രം മാത്രമുള്ള 2 വള്ളങ്ങളാണ് എങ്കിൽ പട്ടാര പ്രായേണ പുതിയൊരു വള്ളമാണ്. അങ്ങനെ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള 2 വള്ളങ്ങളും മുത്തമിടുവാൻ ശ്രമിക്കുന്ന 2 വള്ളങ്ങളും തമ്മിലുള്ള പോരാട്ടം. നിരവധി തവണ ട്രോഫികൾ കരസ്ഥമാക്കിയിട്ടുള്ള ട്രോഫികൾ നേടി അജയ്യരാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള UVC കൈനകരിയും കുമരകം ബോട്ട് ക്ലബ്ബും കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബും കാവാലംകാരും തുഴയുന്ന 4 കളിവള്ളങ്ങൾ ഒന്നിച്ചൊന്നായി കടന്നു വരുമ്പോൾ ഏത് വള്ളമാണ് ഇപ്പോൾ 1-ാം ട്രാക്കിലുള്ള പായിപ്പാടനാണോ, 2-ാം ട്രാക്കിലുള്ള പട്ടാറ അല്പം പിന്നിലാണ്, 3-ാം ട്രാക്കിലുള്ള ജവഹർ തായങ്കരി ഇതാ കുതിച്ചു വരുന്നു, 4-ാം ട്രാക്കിലുള്ള ശ്രീഗണേശനാണോ, ഏത് വള്ളമാണ് നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ കഴിയുക എന്ന് പറയിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള അത്യുജ്വലമായ ഒരു പ്രകടനം കാഴ്ചവെക്കുകയും പായിപ്പാടൻ ഇപ്പോൾ അല്പം മുൻപിലാണ്. അല്ല, ജവഹർ തായങ്കരി 11-ാം നമ്പർ വള്ളം ജവഹർ തായങ്കരി കുതിച്ചു പായുന്നു. ജവഹർ തായങ്കരി തന്നെ ഇപ്പോൾ ഇഞ്ചുകൾക്ക് പിന്നിൽ. തൊട്ടടുത്ത് ശ്രീഗണേശുണ്ട്, പായിപ്പാടൻ അതിനും പിന്നിലാണ് പട്ടാറ. എങ്കിലും ഇനിയും ജയത്തിനും പരാജയത്തിനും സമയമുണ്ട്. ഇതാ ഫിനിഷിംഗ് പോയിന്റിനോട് ഏകദേശം 100 മീറ്റർ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ജവഹർ തായങ്കരി തന്നെ കുതിച്ചു പായുന്നു. അല്ല, 17-ാം നമ്പർ വള്ളം പായിപ്പാടൻ ഇപ്പോൾ അല്പം ലീഡ് നേടിയിട്ടുണ്ട്. ഇടയ്ക്ക് കിടക്കുന്നതിന്റെ ഒരു അസൗകര്യം ജവഹർ തായങ്കരിക്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും 1-ാമത്തെ ട്രാക്കിലുള്ള പായിപ്പാടൻ 3-ാമത്തെ ട്രാക്കിലുള്ള ജവഹർ തായങ്കരിയും തമ്മിൽ അത്യുജ്വലമായ ഒരു പോരാട്ടം. ഇതാ ജവഹർ തായങ്കരി തന്നെ ഇഞ്ചുകൾക്ക് പിന്നിൽ ജവഹർ തായങ്കരി 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. മനോഹരമായ ഒരു പ്രകടനത്തിലൂടെ മിത്തുകളെ അട്ടിമറിച്ചുകൊണ്ട് എല്ലാവരുടെയും പഴയ പടക്കുതിര ഈ വർഷത്തെ 2010-ലെ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരിയായ രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ അവർ പങ്കെടുത്ത ഒരു ജലമേളയിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ജവഹർ തായങ്കരി 1-ാമത്തെ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. പണ്ട് 1977-ൽ ജൂബിലി വർഷത്തിൽ 1-ാം സ്ഥാനം നേടിയ ജവഹർ തായങ്കരി ജവഹറിനെ 1-ാം സ്ഥാനം പായിപ്പാടിനാണോ ഗണേശനാണോ 2-ാം സ്ഥാനം എന്ന് വീണ്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതാ ജവഹർ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. 1977-ലും 78-ലും 85-ലും ചരിത്രം സൃഷ്ടിച്ച ജവഹർ തായങ്കരി ഇതാ 2010-ൽ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവ്, പുതുക്കിപ്പെടുന്ന ജവഹർ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവ് കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുകയാണ്. ജവഹർ ഇതാ ഇഞ്ചുകൾക്ക് ജവഹർ തായങ്കരി ഫിനിഷ് ചെയ്യുന്ന മനോഹരമായ ഒരു ദൃശ്യം. ഏകദേശം 2 തുഴപ്പാടുകൾക്ക് എത്തിയ മനോഹരമായ ഒരു ദൃശ്യം. ഇതാ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പോടുകൂടിയ ഈ മനോഹരമായ ട്രോഫി കുട്ടനാട്ടുകാരുടെ ഓരോ മത്സര പ്രേമികളുടെയും സ്വപ്നമായ, ഓരോ കരക്കാരുടെയും സ്വപ്നമായ, ഓരോ കരക്കാരുടെയും നിരവധി വർഷത്തെ സ്വപ്നമായ ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പോടുകൂടിയ നെഹ്റു ട്രോഫി ഇപ്പോൾ ജവഹർ തായങ്കരിക്ക് സ്വന്തം.